കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ പുറത്താക്കിയിട്ട് ലിത്വാനിയയിൽ നിന്നും പുതിയൊരു പരിശീലകനെ കൊണ്ടുവരുന്നു. ആഹാ, ആരാധകർക്ക് ആനന്ദദായകമായിട്ടുള്ള ഒരു വാർത്ത. നിരന്തരം പരാജയങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരിശീലകനെ പുറത്താക്കി എമർജൻസി ആയിട്ട് പുതിയ പരിശീലകനെ നിയമിക്കുന്ന മാനേജ്മെന്റിന് വളരെ നന്ദി എന്നൊക്കെ ചില ആളുകൾക്ക് പറയാൻ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം ഒരു കണ്ണിൽ പൊടിയിടലായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഒരു പരിശീലകൻ വരുന്നതുകൊണ്ട് തീരുന്നതാണോ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം? ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ സാക്കിയതിന് എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? അന്ന് ആശാനെ പുറത്താക്കുന്നതിന് ഇവർ കാരണമായിട്ട് പറഞ്ഞത് ഞങ്ങൾ അപ്ഗ്രേഡഡ് ആവാൻ പോകുന്നു. എങ്ങനെ അപ്ഗ്രേഡഡ് ആയി? ഡൗൺഗ്രേഡഡ് ആവുകയല്ലേ ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവാൻ വുക്കോമാനോവിച്ച് ആദ്യ സീസണിൽ സ്വരുക്കൂട്ടിയ ടീമിനെ കേവലം പണത്തിന് വേണ്ടി മാത്രം കൊത്തിപ്പറിച്ച് 4 മൂലയ്ക്കാക്കിയ പഴച്ച മാനേജ്മെന്റ് രണ്ടാമത്തെ സീസണിൽ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ആദ്യ സീസണിൽ അഡ്രിയാൻ ലൂണ, നോവാ സദോയിച്ച്, അൽവാരോ വാസ്കസ്, ജോർജ പെരേര ഡയസ് ഈ ത്രിമൂർത്തികൾ ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഏഷ്യൻ കോട്ടയിലേക്ക് താരതമ്യേന നിലവാരം കുറഞ്ഞ ചെഞ്ചോ ഗൾഷൻ എന്ന് പറയുന്ന ഒരു താരമായിരുന്നു. അതായത് വിദേശ താരങ്ങളുടെ നിലവാരത്തിൽ ഒരെണ്ണം കുറച്ച് വെച്ചിട്ടാണ് ആശാൻ അന്ന് അത്തരത്തിലൊരു മാസ്മരികമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത്. പിന്നീട് വരുന്ന സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം ഡൗൺഗ്രേഡ് ആക്കിക്കൊണ്ടിരുന്ന ഈ ഒരു മാനേജ്മെന്റിന്റെ നയങ്ങളാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. ഇവാൻ വുക്കോമാനോവിച്ച് ഈ പിഴച്ച മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബലിമൃഗമാണ്, ബലിയാടാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മിഖായൽ സ്റ്റെഹറയും മറ്റൊരു ബലിയാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും വഴികൾ പരിശീലകന്റെ തലയിലിട്ട് അവരെ പുറത്താക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി കൊട്ടിഘോഷിക്കാൻ ചില നാറികളുണ്ട്. നാറികളെന്ന് പറയുന്നതിനകത്ത് വിഷമം തോന്നരുത്. ചില ആളുകൾ മാനേജ്മെന്റിനെ ഇങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ വായടപ്പിക്കാൻ ഇവന്മാർക്ക് ഭയങ്കര ത്വരയാണ്. മതിയായ ഫുട്ബോൾ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇങ്ങനെയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, തേങ്ങ കൊലയാണ്, മാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറയും. അവസാനം ഇതുപോലെ ടീം എന്താ പറയുന്നത്, തൊലിഞ്ഞു കുത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് എഫേർട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇറക്കി അങ്ങ് നിർത്തും. യഥാർത്ഥത്തിൽ ആരാധകരുടെ സ്വരത്തിനെ ഇവന്മാർ അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കേവലം ഒരു പരിശീലകനെ മാറ്റിയതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജീക്സൺ സിംഗ് ധനോജത്തിനെ ക്ലബ്ബിൽ നിന്നും പുറത്താക്കുന്ന സമയത്ത്, അതായത് പുറത്താക്കിയെന്നല്ല പറയേണ്ടത്, തൂക്കി വിറ്റു, ഇറച്ചിക്കോഴിയെ പോലെ തൂക്കി വിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചാണ് ജീക്സൺ സിംഗ് ധനോജനെ എടുത്തത്. അപ്പോൾ ജീക്സൺ ഈസ്റ്റ് ബംഗാളിൽ പോയെങ്കിൽ മല മറിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, മല മറിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയെ നയിച്ചുകൊണ്ടിരുന്നത് ജീക്സൺ സിംഗ് ധനോജൻ തന്നെ ആയിരുന്നു. അത് പല ആളുകൾക്കും അംഗീകരിക്കാൻ മടിയാണ്. ഇവാൻ വുക്കോമാനോവിച്ച് അങ്ങനെ കാത്തു സൂക്ഷിച്ചിരുന്ന താരമായിരുന്നു ജീക്സൺ. ഈ മധ്യനിരയിൽ ഒരു താരമില്ലാതെ എന്ത്, എവിടെ, എങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. ഈ പിഴച്ച മാനേജ്മെന്റിന്റെ റിക്രൂട്ടിംഗ് പോളിസിയും മാനേജ്മെന്റ് പോളിസിയും ടീമിനോടുള്ള സമീപനം ഒക്കെ മാറ്റിയാൽ മാത്രമേ എന്തെങ്കിലും മാറത്തുള്ളൂ. അല്ലാതെ ഏത് പരിശീലകൻ വന്നാലും ഇവന്മാരെ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ടീം ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഒരുക്കി കൊടുക്കും. എന്തെങ്കിലും 2-3 ബിഗ് നെയിമുകൾ കാണും. അത് ഇവിടുത്തെ മീഡിയാസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഇവാൻ വുക്കോമാനോവിച്ച് ആയാലും മിഖായൽ സ്റ്റെഹറെ ആയാലും എല്ലാം ഇവരുടെ ബലിമൃഗങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു പരിശീലകൻ, കേവലം ഒരു പരിശീലകൻ മാറിയതുകൊണ്ട് തീരുന്നതല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ. ഇവാൻ വുക്കോമാനോവിച്ചിന് നല്ലൊരു സ്കോഡിനെ കൊടുത്തിരുന്നെങ്കിൽ പുള്ളി നല്ല റിസൾട്ട് ഉണ്ടാക്കിയാണ്. ഇപ്പം മിഖായൽ സ്റ്റെഹറയ്ക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ടീമാണോ? എത്ര പ്ലേയേഴ്സ് എപ്പോഴൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കൂടുതലൊന്നും പറയാനില്ല. കേവലം ഒരു പരിശീലകനെ മാറ്റുന്നതുകൊണ്ട് തീരുന്നതല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും.